മോമോക്കാസ് ബിരിയാണി. ഇന്നത്തെ സ്പെഷ്യാലിറ്റി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും വഴികാട്ടിയും മാർഗദർശിയുമായ മിസ്റ്റർ മുഹമ്മദിന്റെ വകയാണ് ഇന്നത്തെ ബിരിയാണി എടുക്കുന്നത്. നമുക്ക് കുറച്ചു നേരത്തെ ബിരിയാണിയിലോട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതാ അവിടെ മുറിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ആകുന്നു. പരിചയപ്പെടാം നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഭായ്. ചിരിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ്. പുള്ളിക്കാരൻ ഫുൾ ടൈം ഫേസ്ബുക്കാണ്. പെരുന്നാൾ സമയത്തും ഫേസ്ബുക്കിൽ തന്നെയായിരുന്നു. അതാ നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ പാചക കലയിലോട്ട് ശ്രദ്ധിക്കാം. അദ്ദേഹം ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ പെരുന്തൽമണ്ണ സ്റ്റൈൽ ബിരിയാണി. പക്ഷെ പുള്ളി 2 കൊല്ലം മുന്നേ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേക്കണത്. ഇതാ നോക്കട്ടെ. തക്കാളി ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അതാ അടുപ്പിൽ കിടന്ന് വേവുന്നത് മിസ്റ്റർ മുഹമ്മദ് വാടിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, കുറച്ച് വെള്ളം നോക്കൂ. അതിൽ എത്ര സവാളയുണ്ട് മുഹമ്മദ്? 16 സവാളയുണ്ട്. ഓക്കെ. പച്ചമുളക് 10, പച്ചമുളക് 7, പിന്നെ സ്വല്പം നെയ്യ് വാട്ടിയെടുക്കുന്നു. വെരി ഗുഡ്. നല്ല ശരിക്കും നമുക്ക് ആ ഒരു ദമ്മിന്റെ ഫീലിംഗ് ശരിക്കും വരും. ആയിക്കോട്ടെ. എത്ര കോഴിയാണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനകത്ത്? ഇതിനകത്ത് നമ്മള് 3 കോഴിയെ. എത്ര കിലോഗ്രാം ഉണ്ടാവും ഏകദേശം ഒരു കോഴി? 1200 ഗ്രാം വെച്ച് 3 കോഴി. 3 കോഴിയാ? 2 കാണുള്ളൂല്ലോ. വരും. ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ കൂടെയുള്ള കറികൾ എന്തൊക്കെയാണ് താങ്കൾ? ചമ്മന്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? സലാഡ് ഉണ്ടാക്കിയതാണ്. അതെ. ഭക്ഷണത്തിന് ശേഷം നമ്മള് പുള്ളിയുടെ ഹൈടെക് മനുഷ്യനാ. കണ്ട, പുള്ളിയുടെ കയ്യില് എപ്പോഴും ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് തോന്നും ഇരട്ട പറ്റാന്ന് തോന്നും. ലാപ്ടോപ്പ് നടക്കും. ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് സലാഡ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഏകദേശം എത്ര മണിയോടെ കൂടി ആകും? ഇതിപ്പം ചിക്കൻ ഫ്രഷ് ആയതുകൊണ്ട് ഒരു 3 മണി 3:30 മണിയായതുകൊണ്ട്. അതാണല്ലേ. ശരി, എന്നാൽ നമുക്കെന്നാൽ നമ്മുടെ അടുത്ത പരിപാടിയിൽ കിടക്കും. താങ്കൾ കശുവണ്ടി എല്ലാം മൂപ്പിച്ചു വെച്ചോ? അതെവിടെയാണത്? ഒളിപ്പിച്ചു വെച്ചേങ്ങനെ. കാരണം ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അവിടെ. കഴിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്. ഓക്കെ. ഞങ്ങളുടെ തക്കാളി കാണിച്ചു. തക്കാളി എങ്ങനെ? അത്യാവശ്യം വറവായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ട്. നോക്കൂ. സൂപ്പറായിട്ടും. അയ്യോ അതൊന്നുമില്ല. സൂപ്പർ. കശുവണ്ടി തന്ന കശുമാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. സൂപ്പറായിട്ട്. ഇനി